സാഗർ അല്പം ക്ഷമ ചോദിച്ചു. എന്നിട്ട് പറയാണ്, ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വേഗത കൂട്ടരുത്, വേഗത അങ്ങ് കൂട്ടാൻ പാടില്ല. അങ്ങനെ തന്റെ കൂടെയുള്ള ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് സാദീദേവ് കടന്നു വരികയാണ്. മഹാനായ ഹാജർ റളിയല്ലാഹു അൻഹുവും അവിടുത്തെ പരിവാരങ്ങളും ഇരിക്കുന്ന ഭാഗത്തേക്ക് സാദീദേവ് കടന്നു വന്നപ്പോ മഹാനായ ഹാജർ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ നല്ല മാന്യമായ തർബീയത്തിന്റെ നോട്ടം സാദീദേവിനെ കൊള്ള നോക്കിയപ്പോ സാദീദേവിന്റെ മനസ്സിലുള്ള എല്ലാ കുഫറും അങ്ങ് അസ്തമിച്ചു പോയി. പിന്നെ കുഫറില്ല, പിന്നെ സിഹറില്ല. ഒരു അനുസരണ ഒരാളങ്ങനെ നിൽക്കുകയാണ്. അവസാനം അയാൾ മഹാനായ ഹാജർ റളിയല്ലാഹു അൻഹു വട്ടമിട്ടുകൊണ്ട് സംരക്ഷിക്കുവാൻ ഏറ്റിരിക്കുന്ന ആ വട്ടത്തിലേക്ക് സാദീദേവ് കടന്നു വന്നപ്പോ പൃഥ്വിരാജും അവിടുത്തെ അനുയായികളും ഭയങ്കര സങ്കടമായി സാദീദേവിനെ ചീത്ത പറയാൻ തുടങ്ങി, കൂക്കി വിളിക്കാൻ തുടങ്ങി, കല്ലെറിയാൻ തുടങ്ങി. ആകെ വിഷണ്ണനായി നിൽക്കുന്ന സാദീദേവിനെ സങ്കടത്തോടു കൂടി നോക്കിയിട്ട് മഹാനായ ഹാജർ റളിയല്ലാഹു അൻഹു ഒരു പാട്ട വെള്ളം എടുത്തിട്ട് ആ വെള്ളം സാദീദേവിന് കുടിക്കാൻ അങ്ങ് കൊടുക്കുകയാണ്. കുടിക്കലോടുകൂടി എല്ലാം അസ്തമിച്ചു. തന്റെ ദുശ്ചിന്തകൾ മുഴുവൻ പ്രവാചകൻ അവിടുത്തെ ഹാജയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം, പക്ഷെ നിങ്ങൾ ഈ നാട് വിട്ടു പോകണം. നാട് വിട്ടു പോകാൻ തയ്യാറല്ലെങ്കിൽ എന്റെ സിഹറിന്റെ കാടിനോട് ഞാൻ ഇങ്ങനെ തോൽപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു പാട്ടിൽ വെള്ളം ആ വെള്ളം സാദീദേവ് കുടിക്കുകയാണ്. കുടിക്കലോട് സാദീദേവിന്റെ മുഴുവൻ അവസ്ഥകൾ മാറി മറിഞ്ഞിട്ട് മഹാനായ ഹാജർ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഉന്നതമായ പദവിയിലെത്തിയിട്ട് അദ്ദേഹത്തോട് പറയാണ്, ഓ സാദീദേവ്, നിങ്ങൾക്ക് ഇന്ന് മുതൽ ഞാൻ നൽകുന്ന പേര് സഅദി എന്നാകുന്നു. ഞാൻ മുഖേന ഹിദായത്ത് കിട്ടി വിജയിച്ച ഒരു സാഹിർ. അങ്ങനെ ഒരു അല്ലാഹുവിന്റെ മഹാത്മാവ് നാട്ടിൽ വന്നിട്ട് ആ നാട്ടിലുള്ള ആൾക്കാർ അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ട സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ആക്രമിക്കാനും ഇല്ലായ്മ ചെയ്യുവാനും കൊമ്പുകോർത്ത് മുന്നോട്ട് വന്നാൽ അവർ ഒതുക്കി നിർത്താൻ വേണ്ടിയുള്ള കറാമത്തും ആമാനുഷിക കഴിവുമായിട്ടാണ് മഹാന്മാർ കടന്നു വരുന്നത്. ഹാജർ റളിയല്ലാഹു അൻഹു അതാണ് ചെയ്തത്. സാദീദേവ് അങ്ങ് പോയി. ഹാജർ റളിയല്ലാഹു തആല അനുയായികൾ വല്ലാതെ കൂടി വരാൻ വേണ്ടി തുടങ്ങി. ഒരു രക്ഷയില്ല. പൃഥ്വിരാജ് അടുത്ത കൗശലം പ്രയോഗിക്കുകയാണ്. നാട്ടിൽ തന്നെയുള്ള മരുഭൂമിയിൽ താമസിക്കുന്ന ജയ്ഫാൽ ജൂഖി എന്ന് പറയപ്പെടുന്ന സാഹിറിനെ കണ്ടിട്ട് അയാളെ വിളിച്ചുകൊണ്ടുവന്നു. അയാളെ സിഹർ അപാരമാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തോൽപ്പിക്കാൻ അന്നത്തെ സാഹിര്യങ്ങൾ ചെയ്ത പണിയെന്തോ അതേ പണിയുടെ നല്ല കഴിവുള്ള അനുയായികളാണ് ഈ പറയപ്പെടുന്ന ജയ്ഫാൽ ജൂഖിയുടെ അനുയായികൾക്കും അവനിക്കുമുള്ളത്. അവൻ അഭിഷുദ്ധരായ സാഹിര്യങ്ങളെയും തന്റെ അനുയായികളെയും കൂട്ടിക്കൊണ്ട് കടന്നു വന്നു. നേരെ വരികയാണ്. മഹാനായ ഹാജർ റളിയല്ലാഹു തആല അൻഹു തന്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ ഞാനിട്ട വട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല, എവിടെയും പോകരുത്. ആ നൃത്തത്തിൽ നിങ്ങൾ നിന്നോളാം. ഞാൻ പറയാതെ അനങ്ങരുത്. അവർക്ക് നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയൂല. അവൻ നേരെ വന്നു. ജയ്ഫാൽ ജൂഖി നേരെ വന്നിട്ട് പറയാം, ഓ മുഈനുദ്ദീൻ, നിങ്ങൾ ഈ നാട് വിട്ടു പോകുന്നോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ തീർക്കണോ? ചോദ്യം, നിങ്ങൾ ഈ നാട് വിട്ടു പോകുന്നോ ഞാൻ നിങ്ങളെ തീർക്കണോ? ഹാജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വീമ്പ് വേണ്ട, ചെയ്ത് കാണിക്കും. അവൻ തന്റെ അനുയായികളോട് അവരുടെ കയ്യിലുള്ള വടിയും അവരുടെ കയ്യിലുള്ള കയറും നിലത്തിടാൻ പറഞ്ഞു. കയറ് നിലത്തിട്ടപ്പോ നല്ല ഉഗ്രവിഷമുള്ള പാമ്പുകളായി ആ കയറുകൾ മാറുകയാണ്. വടിയിട്ടപ്പോ നല്ല ഉഗ്രവിഷമുള്ള തേളുകളായി രൂപാന്തരപ്പെടുകയാണ്. ഭയാനകരമായ ഒരു രംഗം അവിടെ പ്രത്യക്ഷപ്പെട്ടു. മഹാനായ ഹാജർ റളിയല്ലാഹു അൻഹു തന്റെ അനുയായികൾപ്പെട്ട സാധാരണക്കാരെ വിളിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ പോയി ആ കയറെടുക്കണം. ആദ്യം പോയി കയറെടുത്തു. ആ പാമ്പായി മാറിയ കയറെടുത്തു. ആ പാമ്പായി മാറിയ വസ്തു കൊണ്ട് ഇവർ നിന്നിരിക്കുന്ന ആ വൃത്തത്തിന് വന്ന് ടച്ച് ചെയ്തപ്പോ എല്ലാം ഭസ്മമായി മാറി കരിക്കട്ടയായി മാറി. ആ കരിക്കട്ടയാണ് എടുക്കാൻ ആവശ്യപ്പെടുന്നത്. ആദ്യം പോയി പാമ്പായി മാറിയ കരിക്കട്ടങ്ങ് പിടിച്ചു.
അവരോട് അത് കൊണ്ടുപോയി നടാൻ ആവശ്യപ്പെട്ടു. ഒരു വൃക്ഷമായി മാറുകയാണ്. ആ വൃക്ഷം അവിടെ നട്ടുപിടിപ്പിച്ച് നല്ല തണലുള്ള വൃക്ഷമായി അത് പെട്ടെന്ന് വളർന്നു പന്തലിക്കുകയാണ്. ഈ രംഗമാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ ഈ മരീതി കണ്ടുകൊണ്ട് പൃഥ്വിരാജും ജയ്ഫാൽ ജോക്കിയും ആകെ അന്താളിച്ച് നിൽക്കുമ്പോ മഹാനായ ഹാജർ റളിയല്ലാഹു അൻഹു തേളായി മാറിയ ആ വസ്തുവിനെ പോയി തന്റെ സ്വന്തം കൈ കൊണ്ടിങ്ങെടുത്തു. സ്വന്തം കൈ കൊണ്ടെടുത്തിട്ട് ഹാജർ റളിയല്ലാഹു അൻഹു അതിനെ കൊണ്ടുപോയി നട്ടുപിടിപ്പിച്ചു. എന്നിട്ട് പ്രഖ്യാപനം നടത്ത്. എന്താ പ്രഖ്യാപനം എന്നറിയോ? ഞാൻ ഈ നട്ടുപിടിപ്പിക്കപ്പെട്ട മരം തേള് തീണ്ടിയിട്ടുള്ള വിഷം ഏതാണോ ആ വിഷം ഒഴിവാക്കുവാനുള്ള ഔഷധ മരമാണിത് എന്ന്. എന്താണോ വസ്തു ആ വസ്തുവിനെ തന്നെ പിടിച്ച് നട്ടിട്ട് അതിനെ കൊണ്ടുണ്ടാകുന്ന വിഷത്തിന് മരുന്നായിട്ട് കൊണ്ട് പ്രഖ്യാപനം നടത്തുകയാണ്. ആ പ്രഖ്യാപനം മഹാനായ ഹാജർ റളിയല്ലാഹു തആല അൻഹു നടത്തിയപ്പോ ജയ്ഫാൽ ജോക്കി നാണക്കേടായിട്ട് പറയുന്നു, ഓ മുഈനുദ്ദീൻ, എന്നോട് നിങ്ങൾ മത്സരിക്കാൻ നിൽക്കരുത്. നാട് വിട്ട് പോയാൽ നിങ്ങൾക്ക് ജീവനുണ്ട്. ഇവിടെ നിൽക്കുകയാണോ? ഞാൻ നിങ്ങളോട് മത്സരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ആത്മാവ് ഞാൻ വേറെയാക്കും കേട്ടോ. മഹാനായ ഹാജർ റളിയല്ലാഹു അൻഹു അവിടെ പറയുന്നു, നീ എന്നോട് വീമ്പ് വേണ്ടടാ, ചെയ്ത് കാണിക്കടാ എന്ന് പറഞ്ഞു. ചെയ്ത് കാണിക്കടാ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഹാജാന്റെ മുമ്പിലേക്ക് അതിശക്തനായ സാഹിറാകുന്ന ജയ്ഫാൽ ജോക്കി തന്റെ കയ്യിലുണ്ടായിരുന്ന നല്ല ഉറപ്പുള്ള ഒരു മൃഗത്തിന്റെ തോല് തന്റെ കയ്യിലുണ്ടായിരുന്നു. ആ തോല് അവിടെ വായുവിലങ്ങ് വിരിച്ചു. ആ വിരിപ്പിന്റെ മേലെ ജയ്ഫാൽ ജോക്കി കയറിയിരുന്നു. എന്നിട്ട് ആ തോലുമായി കൊണ്ട് അവൻ വാനലോകത്തേക്ക് പറന്നുയരുകയാണ്. ആര് നോക്കിയാലും അവനെ കാണുന്നില്ല. എല്ലാവരും തോല് മാത്രമേ കാണുന്നുള്ളൂ. അത്രയും ഉയരത്തിലേക്ക് പോയപ്പോ മഹാനായ ഹാജാന്റെ മക്കൾ ഹാജാന്റെ മുഖത്തേക്ക് വിഷണ്ണനായി നോക്കി നിൽക്കുമ്പോ ഹാജർ റളിയല്ലാഹു തആല അൻഹു തന്റെ വലത് കാലിൽ ഇട്ടിരുന്ന ചെരുപ്പിനോട് പറയുന്നു, ചെരുപ്പിനെ വിളിച്ചിട്ട് പറയുന്നു, നീ പോകണം, പോയിട്ട് ജയ്ഫാൽ ജോക്കിയുടെ തലക്കടി കൊടുക്കണോ, അബോധാവസ്ഥയിലാക്കി അവനെ നീ താഴോട്ട് കൊണ്ടുവരണോ. അത്ഭുതകരമെന്ന് പറയട്ടെ, മഹാനായ ഹാജ ധരിച്ച ചെരുപ്പ് തന്റെ കാലിൽ നിന്ന് ഊരി മാറുകയാണ്. ആ ചെരുപ്പ് വാനലോകത്തേക്ക് പൊന്തി പോവുകയാണ്. ജയ്ഫാൽ ജോക്കിയുടെ തലക്ക് അടി കൊടുക്കുകയാണ്. അബോധാവസ്ഥനായി അവനെ താഴേക്ക് കൊണ്ടിട്ടിട്ട് അവന്റെ പരാജയം അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാ. കുറെ സമയം ഈ രംഗങ്ങനെ നീണ്ടുപോയി. മഹാനായ ഹാജർ റളിയല്ലാഹു തആല അൻഹു തന്റെ ആ സ്നേഹമുള്ള മനസ്സുകൊണ്ട്, റഹ്മത്തുള്ള മനസ്സുകൊണ്ട് ജയ്ഫാൽ ജോക്കിക്ക് ഒരിറ്റ് വെള്ളം കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. ഹാജർ റളിയല്ലാഹു അൻഹു മുരീദുമാർ കൊണ്ടുപോയി വെള്ളം കൊടുത്തപ്പോ ഹാജാന്റെ മുമ്പിൽ അവിടെ ജയ്ഫാൽ ജോക്കിയുടെ ബോധം തിരിച്ചു വരികയാ. ആ ബോധം തിരിച്ചു വരുമ്പോ അവന്റെ അസ്തമിച്ചു പോയിട്ടുണ്ട്. അവന്റെ കിബറെല്ലാം അസ്തമിച്ചു പോയിട്ടുണ്ട്. ഹാജ ചോദിക്കുന്നു, ഓ ജയ്ഫാൽ, എന്താണോ ഇനി നിന്റെ ആഗ്രഹം എന്ന് പറയുമോ? ഇനി നിന്റെ ആഗ്രഹം എന്താണ്? ആഗ്രഹം ജയ്ഫാൽ ജോക്കി പറഞ്ഞു കൊടുക്കാൻ, ഇനി ഒന്നും വേണ്ട. ഞാൻ ഇത്രയും കാലം അങ്ങേക്കെതിരെ, പരിശുദ്ധമായ ദീനിനെതിരെ നീങ്ങിയ അതേ നാണയത്തിൽ ആ ദീനിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് സേവനം ചെയ്യണം. ഞാൻ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. മഹാനായ ഹാജർ റളിയല്ലാഹു തആല അൻഹു ഉന്നതമായ സ്ഥാനം ആവശ്യപ്പെട്ടപ്പോ ഹാജാ തങ്ങൾ ജയ്ഫാൽ ജോക്കിയോട് പറയുന്നു, ഒന്ന് കണ്ണൊന്ന് അടച്ചു പിടിക്കുമോ? ഒന്ന് കണ്ണടക്കൂ. കണ്ണടച്ച ഉടൻ മഹാനായ ഹാജർ റളിയല്ലാഹു അൻഹു ആലമുൽ മലകൂത്തും ജബറൂത്തും കാണിച്ചു കൊടുക്കുകയാ. ദുനിയാവിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരാൾക്ക് വർണ്ണിച്ചു കൊടുക്കാൻ കഴിയാത്ത അത്ഭുതകരമായ കാഴ്ചകൾ മഹാനായ ഹാജർ റളിയല്ലാഹു അൻഹു ബോധിപ്പിച്ചു കൊടുത്തിട്ട് അവസാനം ചോദിച്ചു, എന്താണ് നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അങ്ങയോട് വർണ്ണ അത്ഭുതങ്ങളാ ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഹാജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജയ്ഫാൽ, ഒന്നുകൂടി നിന്റെ കണ്ണൊന്ന് ചിമ്മമോ? ചിമ്മാൻ ആവശ്യപ്പെട്ട് ചിമ്മിയപ്പോ നേരത്തെ ഉള്ള അവസ്ഥ എന്താണ്? അവിടത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു.
എന്നിട്ട് കണ്ണു തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇപ്പൊ എന്താണ്? ഇപ്പൊ ഒന്നുമില്ല. നേരത്തെ വെറുപ്പുകളൊക്കെ പോയി, നേരത്തെ കണ്ട കാഴ്ചകളൊക്കെ പോയി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സാധുവായ ഒരാളായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയോ. അപ്പൊ ഹാജർ ചോദിച്ചു, നിന്റെ ആവശ്യം എന്താണ്? ഇനി നിനക്ക് വല്ല ആവശ്യമുണ്ടോ? അപ്പൊ പറഞ്ഞു, ഒന്നും വേണ്ട, അങ്ങയുടെ ഹാദിമായി എനിക്ക് ഖിയാമത്ത് നാൾ വരെ പോകണം. അത് എന്റെ ആഗ്രഹം. ഖിയാമത്ത് നാൾ വരെ പോകണം. ചില ചോദ്യമല്ലാതെ. ആ ചോദ്യം ചോദിച്ചപ്പോ ഹാജർ റളിയല്ലാഹു തആല പറഞ്ഞു, ഞാൻ നിനക്ക് അങ്ങനെ ആയുസ് തന്നു. ഇലാ യൗമി യുബ്അസൂൻ, ലോകം മുഴുവൻ നശിക്കുന്ന കാലഘട്ടം വരെ നിനക്ക് മുഴുവനും ഞാനിതാ ജീവിതം തന്നിരിക്കുന്നു. പക്ഷേ നീ ജനങ്ങളെ മുമ്പിൽ പ്രത്യക്ഷപ്പെടൂല. എല്ലാവർക്കും നീ ഒരു സഹായി കൂടിയാണ്. ആരും നിന്നെ കാണൂല, ആർക്കും നിന്നെ. എന്നാൽ ആര് എവിടെ വെച്ചുകൊണ്ട് നിന്നെ വിളിച്ചാലും ആ വിളിക്ക് ഉത്തരം നൽകി അവർക്കുള്ള സഹായം നീ കൊടുക്കേണ്ട ആളാ. ഞാൻ നിനക്ക് പേര് മാറ്റിയിടുന്നു.